إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس إنا خلقناكم من نفس واحدة وخلق منا زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم قل يا أيها الناس إني رسول الله إليكم جميعا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തം ശരീരത്തിറന്നതുപോലെ നിങ്ങളോട് ഞാൻ ആദ്യമായി ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ എല്ലാ കൽപ്പനകളും എല്ലാ മേഖലകളിലും പരമാവധി ജീവിതത്തിൽ പകർത്തി സൂക്ഷിച്ച് ജീവിച്ച് തഖ്വയുള്ളവരായി ജീവിച്ച് ആഖിബത്ത് നന്നായി മരിക്കുവാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സുഹൃത്തുക്കളെ, ഇന്നു മുതൽ നമ്മൾ കേൾക്കാൻ പോകുന്ന വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രമാണ് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുപമ വ്യക്തിത്വം എന്നാണ് ആ വിഷയത്തിന് ഞാൻ പേര് നൽകിയിരിക്കുന്നത്. പ്രവാചകന്റെ ജീവിതത്തിൽ ജനനം മുതലുള്ള എല്ലാ സംഭവ വികാസങ്ങളും പരിശുദ്ധ ഖുർആന്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത് മാത്രമല്ല വഫാത്തായതും ഈ മാസം തന്നെ. അപ്പോൾ നമ്മളെ ISMൻ്റെ പ്രമേയം അതൊക്കെ തന്നെയാണ്. അപ്പോൾ പ്രവാചകനെ കുറിച്ച് നമുക്ക് ആദ്യം മുതൽ അവസാനം വരെയുള്ള ചിലപ്പോൾ കുറേ ആഴ്ചകൾ പിടിക്കും കേട്ടോ, കുറേശ്ശെ അത് പറഞ്ഞു തരാം. ലോകത്ത് അല്ലാഹു തആല വഇമ്മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫിഹാ നദീർ, ലോകത്ത് എവിടെയെല്ലാം മനുഷ്യരുണ്ടായിട്ടുണ്ടോ അങ്ങോട്ടൊക്കെ അല്ലാഹു തആല പ്രവാചകന്മാർ നിയോഗിച്ചിട്ടുണ്ട്. പ്രവാചകന്മാർ നിയോഗിക്കാത്ത ഒരു സമുദായവും ഉണ്ടായിട്ടില്ല. എല്ലാ ഭാഗത്തേക്കും അല്ലാഹു തആല പ്രവാചകന്മാർ നിയോഗിച്ചിട്ടുണ്ട്. അതാണ് നബിമാർ. അതിൽ 25 പ്രവാചകന്മാരെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ തന്നെ 5 പ്രവാചകന്മാർ ഉലുൽ അസ്മീങ്ങളാണ്. ഉലുൽ അസ്മ എന്ന് പറഞ്ഞാൽ ദൃഢമായ മനസ്ഥിതിയുള്ളവർ, മനക്കരുത്തുള്ളവർ, ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ കഴിവുള്ളവർ, പ്രതിസന്ധിയെ തരണം ചെയ്തവർ ഉലുൽ അസ്മ എന്ന് പറയും. അതിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം,
ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവസാനമായി നമ്മുടെ നബിസ്വല്ലാഹു തങ്ങൾ, നമ്മുടെ പ്രവാചകനായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഇങ്ങനെ 5 പേരാണ് ഉലുൽ അസ്മീങ്ങൾ. ഖുർആനിൽ പ്രതിപാദിക്കപ്പെട്ട പ്രവാചകന്മാർ എത്ര പേരാണെന്ന് നിങ്ങൾക്കറിയില്ല? 25 പ്രവാചകന്മാർ. ലോകത്ത് മുഴുവൻ വന്ന പ്രവാചകന്മാർ 1.25 ലക്ഷത്തോളം ഉണ്ട് കേട്ടോ. അതൊക്കെ ഹദീസാണ്. എല്ലാ ഭാഗത്തും വന്നു. അതിന്റെ മൊത്തത്തിലുള്ള ആയത്താണ് ഞങ്ങൾ ഊതി കേൾപ്പിച്ചത്. വൈമിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാഫിയ നദീർ, മുന്നറിയിപ്പുകാരൻ പ്രവാചകന്മാർ വരാത്ത ഒരു ഉമ്മത്ത് ലോകത്തുണ്ടായിട്ടില്ല. ഒരേ സമയത്ത് ഒന്നിൽ കൂടുതൽ പ്രവാചകന്മാരെ അള്ളാഹു തആല നിയോഗിച്ചിട്ടുണ്ട്. ഉദാഹരണമായിട്ട് മൂസാ നബിയും ഹാറൂൻ നബിയും ഇബ്രാഹിം നബിയും അതുപോലെ തന്നെ ലൂത്ത് നബിയും ഒക്കെ ഒരേ കാലത്ത് പ്രവാചകന്മാരാണ്. അത് വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടവരാണ്. ചില പ്രവാചകന്മാർ, ചില നബിമാർ മാത്രമുള്ളവരുമുണ്ട്. ഒരു പ്രത്യേക ജനതയിലേക്ക് നിയോഗിക്കപ്പെടാത്തവർ. നബി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് വഹി ലഭിച്ചവർ, നുബുവത്ത് കിട്ടിയവർ, അവരാണ് റസൂലാവുക. അവർക്ക് പ്രവാചക ദൗത്യം അള്ളാഹു ഏൽപ്പിക്കുക. അപ്പൊ എല്ലാ നബിയും ആരായിരിക്കും? റസൂലായിരിക്കും. പക്ഷെ എല്ലാ റസൂലും നബിയായിരിക്കും. പക്ഷേ എല്ലാ നബികളും റസൂലാവണമെന്നില്ല. അപ്പൊ യാക്കൂബ് നബിയും യൂസുഫ് നബിയും ഒക്കെ അങ്ങനെ ചരിത്രത്തിൽ കുറെ നബിമാരുണ്ട്. ഏത് ജനതയിലേക്കാണെന്ന് പ്രത്യേകമായി നിയോഗിക്കപ്പെട്ടതായി ചരിത്രമില്ല. മറ്റേ സക്കരിയ നബി, യഹ്യാ നബി, ശുഐബ്, അവർക്കൊക്കെ പ്രത്യേക ജനതയിലേക്കുണ്ട്. സക്കരിയ നബി കൂടുതൽ പ്രവാചകന്മാർ അയക്കപ്പെട്ട ജനത ബനി ഇസ്രായേൽക്കാരാണ്. കൂടുതൽ പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടത്. അതിൽ അവസാനത്തെ കണ്ണിയായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനത്തെ പ്രവാചകനാണ്. അതൊരു ജനതയിലേക്ക് മാത്രമല്ല. ഖുൽ, നബിയെ താങ്കൾ പറയുക, യാ അയ്യുഹന്നാസ്, യാ അയ്യുഹല്ലദീന ആമനൂ എന്നല്ല, യാ അയ്യുഹന്നാസ് എന്നാണ്. മാനവ സമൂഹമേ എന്നതിൻ്റെ അർത്ഥം. യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, ഞാൻ ലോകരിലേക്ക് മുഴുവനും നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്. ഇബ്രാഹിം നബിയുടെയോ അതുപോലെ പ്രത്യേകമായ ഒരു ജനതയിലേക്കല്ലാതെ ലോകത്ത് മുഴുവനും ജനങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടവനാണ്. ഹിന്ദുവിൻ്റെയും മുസൽമാന്റെയും ക്രിസ്ത്യാനിയുടെയും ജൂതന്റെയും പാർസിയുടെയും ജൈനന്റെയും സിഖുകാരുടെയും ജൂതന്മാരുടെയും ബുദ്ധന്മാരുടെയും മതമില്ല എന്ന് വിശ്വസിക്കുന്ന ആ ജനങ്ങളിലേക്കൊക്കെ അല്ലാഹു തആല നിയോഗിക്കപ്പെട്ട പ്രവാചകൻ. അതാ പറഞ്ഞു യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ. മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട് ഇന്നി റസൂലുള്ളാഹി വമാ അർസൽനാക ഇല്ലാ കാഫതൽ ലിന്നാസ് വബശീറൻ വനദീറ എന്ന് മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്. എന്താണ്? ലോകത്തിലേക്കുള്ള മുഴുവൻ ജനങ്ങളിലേക്കും നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് ഞാൻ. ബഷീറൻ സന്തോഷ വാർത്ത, നസീർ മുന്നറിയിപ്പ് നൽകപ്പെട്ടത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പ്രത്യേക ജനതയിലേക്കല്ല, ലോകത്ത് മുഴുവനുള്ള ജനങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അത് നമ്മൾ വിശ്വസിക്കണം. അതിനുശേഷം ഞാൻ നബിയമായി, എൻ്റെ ശേഷം ഒരു പ്രവാചകനും ഞാനില്ല, വരികയുമില്ല, വന്നിട്ടുമില്ല, ഉണ്ടാവുമെന്നോ വരുമെന്നോ ചർച്ച ചെയ്യാൻ പോലും പാടില്ല. അങ്ങനെ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവരുടെ അഖീദ പിഴച്ചു പോയവരാണ്. അസ്റഫുൽ ഖൽഖ് അൻ ഖാതമുൽ അംബിയാ, ഞാൻ പ്രവാചകന്മാരിലെ അവസാനത്തെ പ്രവാചകനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ഉഅതീതു ഖംസൻ. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, വമാ അർസൽനാക ഇല്ലാ കാഫത്തൽ ലിന്നാസി ബശീറൻ വനദീറ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ ലോകർക്ക് മുഴുവനും കാരുണ്യവാനായിട്ടാണ് നിയോഗിച്ചിരിക്കുന്നത്. മനുഷ്യർക്ക് മാത്രമല്ല, സകല ജീവജാലങ്ങളുടെയും കരുണ ചെയ്യുന്നവൻ, കാരുണ്യത്തിന്റെ പ്രവാചകനായി നിയോഗിക്കപ്പെട്ട അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആണ് കേട്ടോ. ആ പ്രവാചകൻ പറഞ്ഞു എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. പറയുമ്പോൾ മറ്റുള്ള പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠത ഉള്ളതാണ് ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേട്ടോ.
അപ്പോ എന്തൊക്കെ കണ്ടാണ് ആ ശ്രേഷ്ഠതകൾ? എനിക്ക് നൽകപ്പെട്ടു ഹംസൻ 5 കാര്യങ്ങൾ, മറ്റുള്ള പ്രവാചകന്മാർക്ക് നൽകാത്ത 5 കാര്യങ്ങൾ എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ലം യുഅ്തിഹുന്ന അഹദുൻ മിനൽ അംബിയാ ഖബലി, എൻ്റെ മുമ്പുള്ള ഒരു പ്രവാചകന്മാർക്കും അല്ലാഹു തആല എന്ത് ചെയ്തിട്ടില്ല, അത് നൽകിയിട്ടില്ല. അത് ഏതൊക്കെയാണ് കേട്ടോ? നുസിർത്തു, എന്നെ അല്ലാഹു സഹായിച്ചിട്ടുണ്ട്. ബിർറുഅബി, ഭയം കൊണ്ട്. മസീറത്ത ഷഹീരിൻ, 1 മാസം നടന്നാലുള്ള ദൂരമുള്ള അകലെ ശത്രുക്കൾ വന്നാൽ അവർക്ക് നമ്മളെ സംബന്ധിച്ച്, എന്നെ സംബന്ധിച്ച്, എൻ്റെ സൈന്യത്തെ സംബന്ധിച്ച് അല്ലാഹു തആല അവരുടെ ഹൃദയത്തിലേക്ക്, മനസ്സിലേക്ക് പേടിയിട്ട് കൊടുക്കും. 1 മാസത്തിന്റെ വഴിദൂരം എന്ന് പറഞ്ഞാൽ അന്ന് വലിയ ദൂരാട്ട്, എന്നിപ്പോൾ വിഷയമല്ല. അത്ര അകലെ ശത്രുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് നബിയെ കുറിച്ച് ഭയം അങ്ങോട്ടുണ്ടാവും, ഇട്ട് കൊടുത്തു. 1 മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തെ എന്താണെന്നറിയോ? വജുഅൽതു ലിൽ അർള മസ്ജിദൻ വതഹൂറൻ, ഭൂമിയെ എനിക്കെല്ലാം പള്ളിയാക്കി തന്നിട്ടുണ്ട്. തഹൂർ, ശുദ്ധിയാക്കി തന്നിട്ടുണ്ട് പ്രവാചകന്. എന്താണ് കാരണം? ഫഅയ്യുമാ റജുലിൻ മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ എവിടെയെങ്കിലും നടന്നുപോയി പെട്ടു, നമസ്കരിക്കാൻ പള്ളിയില്ല, വെള്ളമില്ല, സൗകര്യമില്ല, നമസ്കാരത്തിന്റെ ഫലായിൽ കൂടിയാണ് കേട്ടോ. അങ്ങനെ ഒരു ഭാഗത്ത് ചെന്ന് പെട്ടാൽ അദറക്തഹു സ്വലാത്ത്, നമസ്കാരത്തിന്റെ സമയമായി, പള്ളിയില്ലല്ലോ, വെള്ളമില്ലല്ലോ എന്ന് പറയും. ഇത് ഞാൻ 2 കാര്യം മനസ്സിലാക്കാം. ഇതിന് മറ്റു ഏതെല്ലാം പ്രവാചകന്മാർ വന്നിട്ടുണ്ടോ അവർക്കൊക്കെ നമസ്കാരം നിർബന്ധമാക്കിയിട്ടുണ്ട്. നമുക്കും നമസ്കാരം നിർബന്ധമാക്കി. നമസ്കാരത്തിന്റെ ശ്രേഷ്ഠത കൂടി ഇതിൽ നിന്ന് മനസ്സിലാക്കണം. യാത്രയിലാവട്ടെ, വെള്ളമില്ലാത്ത ഭാഗത്താട്ടെ, പള്ളിയില്ലാത്ത ഭാഗത്താട്ടെ, അങ്ങനെ വരുമ്പോൾ ഏത് ഭൂമിയും ശുദ്ധമാണ് കേട്ടോ. അത് വിചാരിച്ചിട്ട് പള്ളി ഇവിടെ ഉണ്ട്, വെള്ളം ഇവിടെ ഉണ്ട്, അതൊക്കെ കണ്ടിട്ട് ഇത് നിസ്കരിക്കാം, അതില്ല. കിട്ടാത്ത പ്രതിസന്ധി നേരിട്ടാൽ എന്താണ്? എനിക്ക് മസ്ജിദൻ, പള്ളിയാണ്, ഭൂമിയൊക്കെ അർലൻ ശുദ്ധമാക്കി തന്നിട്ടുണ്ട്. തഹൂറൻ വയ്യുമാ റജുലുൻ മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ നിന്ന് ആർക്കെങ്കിലും ഒരാൾക്ക് നമസ്കാരത്തിന്റെ സമയമായാൽ ഫൽ യുസല്ലി, അപ്പ നമസ്കരിക്കണം കേട്ടോ സഹോദരന്മാര്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമസ്കാരം നമ്മൾക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് പുതച്ചു മൂടി കടന്നുറങ്ങലും സ്വറ പറഞ്ഞിരിക്കലും ഒക്കെ ഭയങ്കര തെറ്റാണ്, കുറ്റമാണ്. ഒക്കെ നമസ്കാരത്തിനെ കുറിച്ച് പഠിക്കുന്ന ഗൗരവം പഠിപ്പിക്കാം. തങ്ങൾ പറയും, എവിടെയാണെങ്കിലും വയ്യുമാറതിൽ എവിടെ ഏത് മലയുടെ മുകളിലാണെങ്കിലും ഒരു സൗകര്യമില്ലെങ്കിലും നിലത്ത് അടിച്ച് മണ്ണിലടിച്ച് തേമം ചെയ്ത് കിബിലാക്ക് മുന്നിൽ നിസ്കരിച്ചോളിയും. അത് നമുക്ക് മാത്രമുള്ള ആനുകൂല്യം. അപ്പൊ 3 പറഞ്ഞു. 1 ശത്രുക്കൾക്ക് ഭയമിട്ട് കൊടുക്കുക. 2-മത്തത് പിന്നെ എവിടെയാണെങ്കിലും നമസ്കരിക്കുക. 3-മത്തത് ഉഹില്ലത്തിലി, എനിക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്, ഹലാലാക്കി തന്നിട്ടുണ്ട്. അൽ ഗനായിം, ഗനീമത്ത് സ്വത്ത് എന്ന് പറയും. യുദ്ധാർജിത മുതൽ എന്നാണ് പറയുക. യുദ്ധത്തിൽ ശത്രുക്കൾ ഇട്ടെറിഞ്ഞു പോകുന്ന വാഹനം, അവരെ പിന്നെ മൃഗങ്ങൾ, കുതിരയൊട്ടകങ്ങളോ ആയുധങ്ങളോ ഒക്കെ എന്താണ് പ്രവാചകന് ഉഹില്ലത്തിൽ യസ്അലൂനക അൻഫാൽ, സൂറത്ത് അൻഫാൽ എന്ന് പറഞ്ഞാൽ തന്നെ ഈ യുദ്ധാർജിത മുതലിനെ കുറിച്ചാണ്. അത് എന്തൊക്കെ എങ്ങനെയൊക്കെ വീതിക്കണമെന്ന്. അത് നമ്മുടെ വിഷയം അതല്ല. പക്ഷേ പ്രവാചകന് അത് അനുവദീയമായി കൊടുത്തിട്ടുണ്ട്. വലം തഹില്ല ലി അഹദിൻ ഖബലി, എൻ്റെ മുമ്പ് ആർക്കും ഇത് നൽകിയിട്ടില്ല, അത് എനിക്ക് നൽകിയതാണ്. അപ്പൊ തന്നെ 3 4 കയ്യിലേ. എനിക്ക് ശുപാർശ നൽകുവാനുള്ള അവകാശം നൽകിയിട്ടുണ്ട്, നമുക്ക് ശുപാർശ ചെയ്യാം. അപ്പൊ സഹാബത്ത് ചോദിച്ചു, പ്രവാചകരെ, അങ്ങയുടെ ഉമ്മത്തിനെ ലക്ഷക്കണക്കിൽ കോടിക്കണക്കിൽ ജനങ്ങൾ കൂടുന്ന മഹ്ശറിൽ വെച്ചിട്ട് അങ്ങയുടെ ഉമ്മത്തിനെ എങ്ങനെ തിരിച്ചറിയും? അതൊരു ചോദ്യമാണ്. സല്ലല്ലാഹു തങ്ങൾ പറഞ്ഞു, മുഹജ്ജിരീൻ, അവിടെ നിസ്കാരത്തിന്റെ ഫലായിൽ, ഒലുവിന്റെ ഫലായിൽ, ഒലുവെടുത്ത എൻ്റെ ഉമ്മത്തിന്റെ മുഖവും കൈകാലുകളൊക്കെ അങ്ങനെ പ്രകാശിക്കുമ്പോൾ അത് എൻ്റെ ഉമ്മത്താണ്, നിങ്ങളൊക്കെ ഇങ്ങോട്ട് വരും, നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. അതാണ് ഒലു നമുക്ക് മാത്രമുള്ളതാട്ടോ. നിസ്കാരം എല്ലാവർക്കും ഉണ്ട്. കുളി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ തന്നെ കുളിയുടെ ഫറലുകളും കുളി നിർബന്ധമാണ്. എന്നാൽ ഒലു
നമുക്ക് മാത്രമുള്ളതാണ്. ആ ഒന്നുകൊണ്ട് കിട്ടുന്ന ഗുണം മനസ്സിൽ ചെല്ലുമ്പോൾ നമ്മുടെ മുഖങ്ങളും കൈകാലുകളൊക്കെ ഇങ്ങനെ മിന്നിത്തിളങ്ങി പ്രകാശിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങോട്ട് വരും. അപ്പോൾ ഷഫാഅത്ത് വൗവൽ ഷഫാഅത്തിൻ മുഷഫീൻ, ഷഫാഅത്തിന് ശുപാർശക്ക് അർഹത യോഗ്യത കൊടുത്തതും അല്ലാഹുവാണ്. നബി പറയാണ് മുഷഫീൻ, ശുപാർശ ചെയ്യപ്പെടുകയും എന്റേത് മാത്രമാണ്. ആദ്യമായിട്ട് ശുപാർശ ചെയ്യലും ശുപാർശ സ്വീകരിക്കപ്പെടലും എന്റേത് മാത്രമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ തന്നെ പറഞ്ഞു. ഈ ഇത് കണ്ടോ, അന സയ്യിദ് വുൽദി ആദം, ഞാൻ ആദം നബിയുടെ ആദമിന്റെ മക്കളുടെ സയ്യിദ് ലീഡറാണ്, ഞാൻ ലീഡറാണ്. നബി പറയാ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ വഅവ്വൽ മൻ യൻഷഖു അനിൽ ഖബർ, ഖബറിൽ നിന്ന് രണ്ടാമത്തെ ഊതൂതി കഴിഞ്ഞാൽ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്നവരിൽ ആദ്യം ഞാനാണ്. പിന്നെ മൂസാ നബിന്റെ ഒരു സംഭവം അവിടെ പറയുന്നുണ്ട് കേട്ടോ, അത് നമുക്ക് പിന്നെ പഠിപ്പിച്ചായിരുന്നു. അവ്വൽ മൻ യൻഷഖുൽ ഖബർ, ഖബറിൽ നിന്ന് ആദ്യമായിട്ട് എഴുന്നേൽക്കുന്ന ആളും ഞാനാണ്. അവ്വൽ ഷാഫിൻ, ആദ്യം ശുപാർശ ചെയ്യപ്പെടുന്നവനും ഞാനാണ്. അവ്വൽ മുഷഫീൻ, എന്റെ ശുപാർശയാണ് ആദ്യമായി സ്വീകരിക്കപ്പെടുകയും ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസ് മുസാഫിർ ചരിത്രം പറഞ്ഞു കേട്ടോ. രണ്ടാമത്തെ ഊത്തൂതിയാൽ കാഹളത്തിൽ ഊതി കഴിഞ്ഞാൽ എല്ലാവരും ബോധം കെട്ട് വീഴും കേട്ടോ. അള്ളാഹു ഉദ്ദേശിച്ചവരല്ലാതെ, അള്ളാഹു ആരൊക്കെ ബോധം കെട്ടി വീഴണ്ടെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടോ അവര് വീഴാന്നർത്ഥം. അതാരാണ് തഫ്സീറുകളൊക്കെ പറയുന്നത്? അതിന് അങ്ങനത്തെ രാജ്യത്തിനെ കുറിച്ച് അവ്യക്തതയാണ്. മലക്കുകളാണോ മറ്റാരുകളാണോ? ഏതായാലും നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇല്ലാ മാൻഷാഅല്ലാ സുമ്മൽ ഫീഫിൽ ഉഖ്റ, രണ്ടാമത്തെ ഒരു ഊത്തും മൂലും. അപ്പൊ ഒന്നാമത്തിൽ എല്ലാവരും വിരിച്ചു വീഴും, രണ്ടാമത്തിൽ എല്ലാവരും ഉയർന്നു. ആ ഉഖ്റ, അപ്പൊ ഒരാൾ അതിൽ ആരാണ്? അള്ളാഹു ഉദ്ദേശിച്ചാത്തവർ, അല്ലാഹു ഉദ്ദേശിച്ചവരൊക്കെ. അപ്പൊ ഈ ആദ്യമായി ഖബറിൽ എഴുന്നേൽക്കുന്ന ആൾ ഞാനാണെന്ന് പറയുമ്പോൾ ഈ ഹദീസ് കൂടി അത് മനസ്സിലാക്കി വെക്കുന്നത്. അത് വലിയൊരു കൺഫ്യൂഷൻ ഹദീസാണ് കേട്ടോ. ഫൈദാഹും ഖിയാമുൻ, അപ്പൊ എല്ലാവരും രണ്ടാമത്തെ ഊത്ത് ഊതിയാൽ എല്ലാവരും എഴുന്നേൽക്കും. ആ കൂട്ടത്തിൽ ഇവരാണ് ആദ്യം എഴുന്നേൽക്കുക. എന്തുകൊണ്ടാ? അവരിങ്ങനെ നോക്കി നിൽക്കും. സുമർ എന്ന സൂറത്തില് സുമർ എന്നതിലെ 68 ആയത്താണ് സൂറത്ത് സുമർ ഒരു അധ്യായത്തില്. ഈ സമയത്ത് ആദ്യമായിട്ട് ഞാൻ ഖബറിൽ നിന്ന് എഴുന്നേൽക്കും. ആദ്യമായിട്ട് ഫഖൂനു അവ്വലു മൻ റഫഅ റൗസഹു, ഞാൻ തല ഉയർത്തി പിടിച്ച് നോക്കുമ്പോൾ ഫൈദാ അനബി മൂസാ നബിയെ ഞാൻ കാണും. ആഹിദും ബി ഖായിമത്തും ബിൽ ഖവായിമിൽ അർശ്, അല്ലാഹുവിന്റെ അർശിന്റെ സിംഹാസനത്തിന്റെ ഖവായിമ തൂണ്, ആ തൂണുമ്മ പിടിച്ച് മൂസാ നബി ഇങ്ങനെ നിൽക്കുന്നതാണ്. അതെന്താ സംഭവം എന്ന് എനിക്ക് നബി പറയാം. ഫല അതിരി, എനിക്കറിയില്ല. അർഫ റൗസോ കബിലി, എന്റെ മുമ്പ് മൂസാ നബി അങ്ങനെ തല ഉയർത്തി നിൽക്കുന്നതിന്റെ രഹസ്യം എന്താണെന്ന് എനിക്കറിയില്ല. ജലാലി വല്ലിക്കറുന്ന രണ്ടാമത്തെ ഊത്ത് ഊതിയ ഒന്നാമത്തെ ഊത്തിൽ തന്നെ എല്ലാവരും ഒന്നാമത്തെ ഊത്തിൽ തന്നെ നശിക്കും. രണ്ടാമത്തെയാണ് പിന്നെ 40 കൊല്ലമുണ്ട്. അതൊക്കെ ഒരുപാട് ഹദീസുകളുണ്ട്. ഒന്നിന്റെയും രണ്ടിന്റെ ഇടയിൽ 40 സനത്തൻ 40 കൊല്ലം ഉണ്ടെന്ന്. ഏതായാലും രണ്ടാമത്തെ ഊത്ത് 40 കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിലും ഊതുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തല ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ കാണാം മൂസാ നബി സ്വല്ലല്ലാഹു വസ്സലാം അള്ളാഹുവിന്റെ അർശിന്റെ തൂണ് ഇങ്ങനെ പിടിച്ചു നിൽക്കും. നബി പറയാണ് അർഫ റൗസോ ഖബരി ഔ കാന ഇസ്തസ്നല്ലാഹ മിമ്മൻ ഇസ്തസ്നല്ലാഹ്. അപ്പൊ ആണോന്ന് എനിക്കൊരു സംശയം. ഇസ്തസ്ന എന്ന് പറഞ്ഞാല് ഇൻഷാ അല്ലാഹ് അള്ളാഹ് ഉദ്ദേശിച്ചവരൊക്കെ എന്നല്ലേ പറഞ്ഞോളൂ. അപ്പോ മൂസാ നബിനെ ഉദ്ദേശിച്ചില്ലേ? അതുകൊണ്ടാണോ? അത് കൺഫ്യൂഷൻ. അതാ പറഞ്ഞു ഇസ്തസ്നല്ലാഹ് അസ്സ വജല്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തന്നെയാണ് എല്ലാവിധ യോഗ്യതയുടെ ക്വാളിഫിക്കേഷന്റെ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ളത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രവാചകന്മാർ അല്ല സഹാബത്ത് പറഞ്ഞു, യാ ഖൈറൽ ബരിയ, മനുഷ്യരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠത ഉള്ളവരെ എന്നർത്ഥം പറയുന്ന വാക്ക് ഉപയോഗിച്ചപ്പോൾ പറഞ്ഞു ലാത്തക്കുൾ, നിങ്ങൾ അങ്ങനെ പറയരുത്. വദാക്ക ഇബ്രാഹിം, അത് ഇബ്രാഹിം നബിക്ക് പറഞ്ഞാൽ മതി.
അതൊക്കെ മനസ്സിലാക്കി വെക്കേണ്ട. അപ്പൊ ഈ സംഭവത്തെ അനുസരിച്ച് പറയാണ് ഒമൻ കാല അന ഖൈറും മിൻ യൂനുസ് ബിൻ മത്ത, ഞാൻ യൂനുസ് ബിൻ മത്തായുടെ മകൻ യൂനുസിനേക്കാൾ ഖൈറായവരാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഫഖദ് കസ്സബ, അവൻ എന്തായി, കളവ് പറഞ്ഞു എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവമുണ്ട്. തഫ്സീറുകളിലൊക്കെ ഒരു തഫ്സീറിൽ കണ്ടത് മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അള്ളാഹുവിനോട് പറഞ്ഞു, റബ്ബി അരിനി അൻദുറു ഇലൈക, പടച്ചോനെ ഞാൻ അന്നെന്ന് കാണട്ടെ. അപ്പോൾ അള്ളാഹ് പറഞ്ഞു ലൻ തറാനി, അനക്കിപ്പം എന്നെ കാണണ്ടാന്ന്. നിർബന്ധമാണെങ്കിൽ ഉൻദുറുൽ ജബൽ, ആ മലയിലേക്ക് നോക്കൂ, ഫസ്തഖറ മക്കാനു ഫസൗഫ തറാനി, ആ മല അതിൻ്റെ സ്ഥാനത്തുണ്ടെങ്കിൽ നിനക്ക് എന്നെ കാണാം. അങ്ങനെ മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കലും ആ മല പൊളിഞ്ഞ് തരിപ്പണമായി പോകലും മൂസാ നബി ബോധം കെട്ടി വീഴുകയും ചെയ്തു. അങ്ങനെ ഒരു അവസ്ഥ മൂസാ നബിക്ക് അന്ന് ഉണ്ടായിട്ടുണ്ട്. ബോധം കെട്ടി വീണിട്ടുണ്ട്. പിന്നെ മൂസാ നബിക്ക് ബോധം കഴിഞ്ഞപ്പോൾ മൂസാ നബി പറഞ്ഞു വലമ്മ അഫാക്ക സുബ്ഹാനക ഇന്നി തുബ്തുയിലൈക വഅന അവ്വലുൽ മുഅ്മിനീൻ, പടച്ചവനെ ഞാൻ പശ്ചാത്താപിച്ച് മടങ്ങുന്നു, ഞാൻ ഖേദിച്ച് മടങ്ങുന്നു, എനിക്കിനി കാണണ്ട, അതുകൊണ്ട് ഞാൻ മുഅ്മിനീങ്ങൾ വെച്ച് ഫസ്റ്റ് റാങ്ക് എനിക്ക് തരണേ, അല്ലാതെ കാണാൻ ആവശ്യപ്പെട്ടതാ. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്നും ചില ഹദീസിന്റെ വ്യാഖ്യാതാക്കൾ ഈ ഹദീസ് ആയത്തോതിട്ട് പറയുന്നുണ്ട്. എന്തോ ആവട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവ്വല ഷാഫി അവ്വല മുഷഫീൻ, ആദ്യത്തെ ശുപാർശ ചെയ്യുന്നവനും ശുപാർശ സ്വീകരിക്കപ്പെടുന്നവനും ഞാനാണ് എന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം കൂടി, അതുകൊണ്ട് മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ആദ്യമായിട്ട് ഞാൻ കാണുകയുണ്ടായി. പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം കണ്ടോ മറ്റു സമുദായങ്ങളിലേക്കൊക്കെ അല്ലാഹു തആല ഓരോ പ്രവാചകന്മാര് അയച്ച കാര്യങ്ങൾ ഇപ്പം മനസ്സിലായല്ലോ. മൂസാ നബി ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ആദ്യമായി ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരികയും അതിപ്പോൾ കാണുന്ന സമയത്ത് മൂസാ നബി അവിടെ കാണുന്നുണ്ട്. അത് ഹദീസുകളിലൊക്കെ ഉണ്ട്, മുത്തഫഖുമലയായ ഹദീസാണ്, ബുഖാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസുകളാണ്. ഇനി പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് എന്താ പറഞ്ഞത്, നബിയു മറ്റു പ്രവാചകന്മാരൊക്കെ ആയിരുന്നു പ്രത്യേകമായ ഒരു ജനതയിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരായി. അത് നേരത്തെ പറഞ്ഞില്ല ഞാൻ, ഓരോ സമയത്ത് ഒന്നിൽ കൂടുതൽ പ്രവാചകന്മാർ പല ഉമ്മത്തിലേക്കും. ഖുർആൻ പറഞ്ഞു കാഫത്തുൽ ഇന്നാസി, ലോകത്തിലെ മുഴുവൻ ജനങ്ങളിലേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് വബുഇസ്തു ഇലന്നാസി ഖാസ, എല്ലാ ജനങ്ങളിലേക്കും നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് ആര്, ഞാൻ. മനസ്സിലായില്ലേ? ഇനി ഇന്ന അർസൽനാ നൂഹൻ, നൂഹ് നബിയെ അല്ലാഹു തആല നിയോഗിച്ചു ഇലാ ഖൗമിഹി, നൂഹ് നബിയുടെ ജനതയിലേക്ക് മാത്രം, ആ രാജ്യത്തുള്ള ജനങ്ങളിലേക്ക് മാത്രം. അവരിനെ നൂഹ് നബിക്ക് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, 950 കൊല്ലം പറഞ്ഞിട്ടും ഒരാളും. ഫഖുൽതു ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. ഇവിടെ ആ അദ്ദേഹം മുഴുവൻ ഓതി പറയണ സമയമില്ല. നൂഹ് നബി 950 കൊല്ലം ഉപദേശിച്ചിട്ടും റബ്ബിലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ, അല്ലാഹുവേ 950 കൊല്ലത്തോളം ഞാൻ ഉപദേശിച്ചിട്ട് ആരും എന്തായില്ല, വിശ്വസിച്ചില്ല. അതുകൊണ്ട് റബ്ബിലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ഇല്ലക ഇൻ തദർഹും യുലില്ലു ഇബാദക വലാ യലിദു ഇല്ലാ ഫാജിറൻ ഗഫാറ. കണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തായിഫിൽ പോയിട്ട് അത്രയും വേദന സഹിച്ചിട്ട് പോലും അല്ലാഹുമ്മ ഗ്ഫിർലി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ, അല്ലാഹുവേ ആ ജനങ്ങളെ ഒന്നും ചെയ്യരുതേ, അവർക്കിനി മാപ്പ് കൊടുക്കണേ, അവർ പൊറുത്തു കൊടുക്കണേ, അവർ വിശ്വസിച്ചില്ലേ അത് മക്കൾ വിശ്വസിക്കും. നൂഹ് നബി എന്താ പറഞ്ഞത്, ഇന്നക്കൈൻ തെദർലു, ഈ ജനതയെ നീ ഉപേക്ഷിച്ചാൽ ലാ യലിദു ഇന്നക്കൻ തെദർലു യലിദു ഇബാദക ഇല്ലാ ഫാജിറൻ ഗഫാറ, അതിൽ നിന്ന് ജനിച്ചു വളർന്നവരടക്കം ഫാജിര്യങ്ങളും ഗഫാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് അവരെ വിട്ടേക്ക്, ഒഴിച്ചുവിടരുത്, ഒക്കെ നശിപ്പിക്കണം. പ്രളയം കൊണ്ട് നശിപ്പിച്ചു. കണ്ടോ, അപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നിയോഗിച്ചത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ ജനതയിലേക്കാണ്. ഇനി വൈല ആദിൻ അഹാഹു ഹൂദൻ, ആദ് സമുദായത്തിലേക്കാണ് ഹൂദ് നബിയെ അല്ലാഹു തആല നിയോഗിച്ചത്. അവരും തന്നെ ഒരുപാട് ധിക്കാരങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അവരെയും പ്രകൃതി ക്ഷോഭങ്ങൾ പോലെ
അല്ലാഹു തആല നശിപ്പിച്ച ചരിത്രം ഖുർആൻ സൂറത്ത് ഹൂദിലൊക്കെ പറയുന്നുണ്ട്. വൈലാ സമൂദ് ഗോത്രത്തിലേക്ക് നിയോഗിച്ചത് അഹാവുൻ സാലിഹ് നബിനെ നിയോഗിച്ചത് സമൂദ് ഗോത്രത്തിലേക്കാണ്. കണ്ട, ആദ് ഗോത്രത്തിലേക്ക് ഹൂദ് നബിനെ, സമൂദ് ഗോത്രത്തിലേക്ക് സ്വാലിഹ്യങ്ങൾ. ഇതിൻ്റെയൊക്കെ ഓരോരുത്തരുടെയും ചരിത്രങ്ങൾ പറയുമ്പോൾ ഒക്കെ ആ വഴിക്ക് പോകേണ്ടി വരും. ഞങ്ങളിവിടെ പറഞ്ഞു കൊണ്ടുവരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകത്തിലേക്ക് മുഴുവൻ നിയോഗിച്ചപ്പോൾ ഈ വന്ന പ്രവാചകന്മാരൊക്കെ എവിടെയൊക്കെ നിയോഗിച്ചു എന്ന് ഖുർആൻ പറയുന്ന കുറച്ചാളെ ചരിത്രമാണ്. അപ്പോൾ ഹൂദ് നബിയായി, നൂഹ് നബിയായി, സ്വാലിഹ് നബിയായി. വൈലാ മദിയന അഹാഹും ശുഐബ്, മദിയൻ ഗോത്രത്തിലേക്ക് നിയോഗിച്ചത് ശുഐബ് നബിനെ ആയിരുന്നു. അത് ശുഐബ് നബിയുടെ കാലത്താണ് ഏറ്റവും കൂടുതൽ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചിരുന്നത് ആൾക്കാർ. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ച തുലാസൊക്കെ നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ, അതാണ് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ച് അവർക്ക് ലായിലായികത പഠിക്കുന്നതിനോടൊപ്പം തന്നെ ലീഗൽ മെട്രോളജി എന്ന് പറയാം, അത് നടപ്പിലാക്കി തന്ന അളവിലും തൂക്കത്തിലും ഭയങ്കരമായ കൃത്രിമം കാണിക്കുക. അപ്പോൾ തൗഹീദിലേക്ക് ക്ഷണിക്കുന്നതോടൊപ്പം അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത് എന്ന് പഠിപ്പിച്ച പ്രവാചകനാണ് ശുഐബ് നബി. അത് എങ്ങോട്ടാണ് നിയോഗിച്ചത്? മദിയനിലേക്ക്, മദിയൻ എന്ന സ്ഥലത്തേക്ക്. ലൂത്ത് നബിയെ നിയോഗിച്ചത് ഇത് കാലലി കൗമി, ലൂത്ത് നബിയുടെ ജനതയിലേക്ക്. ഡെഡ് സീ എന്ന് പറയാം, എന്നാൽ കഴിഞ്ഞ കുത്തി പറഞ്ഞതാണ് ഡെഡ് സീ ഇപ്പോഴും ഉണ്ട് അവിടെ. അതും തന്നെ ലോകത്ത് ആരും ചെയ്യാത്ത പ്രകൃതി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന ഒരു ജനവിഭാഗമായിരുന്നു. ലൂത്ത് നബിയുടെ അടുത്തേക്ക് മലക്കുകൾ ചെന്നത് കേട്ടിട്ട് ചെറുപ്പക്കാരായ മലക്കുകളൊക്കെ ചെന്നിട്ട് ഓടിച്ചെന്ന കൗമ. ലൂത്ത് നബി പറഞ്ഞു, എന്നെ നിങ്ങൾ വഷളാക്കണ്ട, എൻ്റെ പെൺകുട്ടികളിവിടെ ഉണ്ട്. ലൂത്ത്, ഞങ്ങൾക്ക് പെൺകുട്ടികളെ ആവശ്യമില്ല എന്ന് നിങ്ങൾ അറിയില്ലേ? അവൻ മലക്കൾ പറയും ഇവിടെ ഒന്നും ചെയ്യില്ല. അപ്പോഴാ ലൂത്ത് നബി പറയുന്നത് മലക്കളെ വന്നിരിക്കണത്. അതിനെ ഭൂമിയെ താഴ്ക്കയെ മറിച്ചു കിട്ടു. അങ്ങനത്തെ അത്രയും പ്രവാചകൻ. അങ്ങനെ ഓരോ പ്രവാചകന്മാരും ഓരോ സമുദായത്തിലേക്കാണ് അയച്ചത്. മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം സുദീർഘമായി പറയുന്നുണ്ട്. യൂതന്മാരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനായിരുന്നു മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് പറയുന്നു, വഇദ് ഖാല ഈസ ഇബ്നു മറിയമ യാ ബനി ഇസ്രായീൽ ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും. ഇതാണ് മനസ്സിലാക്കി വെക്കട്ടോ. ബനി ഇസ്രായേൽക്കാരിലേക്ക് മൂസാ നബിയെ നിയോഗിച്ചു. മൂസാ നബിയുടെ കാലശേഷമാണ് ഈസാ നബി ചെല്ലുന്നത് കേട്ടോ. ഈസാ നബി എന്താ പറഞ്ഞത്? ഈസ ഇബ്നു മറിയമ പറഞ്ഞു, യാ ബനി ഇസ്രായീൽ, ബനി ഇസ്രായേൽക്കാരെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, ഞാൻ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്. ഈസാ നബി പറഞ്ഞാൽ കേട്ടോ. ഈസാ നബി എന്ത് പറഞ്ഞു? ജൂതന്മാരുണ്ട് അവിടെ, നസ്രാനികൾ ഉണ്ടാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ജൂതന്മാരവിടെ, ജൂതന്മാരെ ഞാൻ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്. തൗറാത്തിലൊക്കെ പറയുന്നുണ്ട് മൂസാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനത്തെക്കുറിച്ച്. ഇഞ്ചിയിലത്തേതാണ്, ഇഞ്ചിയിൽ പറഞ്ഞ കാര്യമാണ് ഖുർആനിലൂടെ അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സൂറത്ത് സഫ് ഓടി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. സൂറത്ത് സഫ് 61-ാമത്തെ അധ്യായത്തിലെ 6-ാമത്തെ ആയത്താണ്. അപ്പൊ എന്താ പറഞ്ഞത്? അറിയാം, യാ ബനി ഇസ്രായേൽ, ബനി ഇസ്രായേലുകാരെ, ഇന്നി റസൂലുള്ളാഹിയിലേക്കും, ഞാൻ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഒരു പ്രവാചകനാണ്. എന്നിട്ട് എന്ത് പറഞ്ഞു? മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി മിനത്ത് തൗറാത്ത്. കണ്ടോ, നിങ്ങൾ ഇപ്പോൾ ഓതിക്കൊണ്ടിരിക്കുന്ന തൗറാത്തിനെ സത്യമാക്കിക്കൊണ്ട് ആണ് ഞാൻ വരുന്നത്. തൗറാത്തിൽ ഇപ്പം നിലവിലെ ഗ്രന്ഥമുള്ളൂ. ആ തൗറാത്തിൽ പറയുന്ന കാര്യം, തൗറാത്തിൽ പറഞ്ഞ ഒരു പ്രവാചകൻ, അതിനെ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ ഓതിക്കൊണ്ടിരിക്കുന്ന തൗറാത്തിനെ നിങ്ങൾ വിശ്വസിക്കുക. അതിനെ വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ സന്തോഷ വാർത്ത അറിയിക്കുന്നു ബിറസൂലിൻ, ഒരു പ്രവാചകനെ കൊണ്ട്. അപ്പൊ മൂസാ നബിയുടെ കാര്യം പറഞ്ഞ്, തൗറാത്ത് പറഞ്ഞ്, ഇനി എല്ലാം വിശ്വസിക്കണം. എനിക്ക് പറയാനുള്ളത് എന്താണ്? ഒരു പ്രവാചകൻ വരും, മുബശ്ശിർ, ഞാൻ സന്തോഷ വാർത്ത അറിയിക്കുന്നു, ബിറസൂലിൻ, ഒരു റസൂലിനെ കൊണ്ട് ഞാൻ സന്തോഷ വാർത്ത അറിയിക്കുന്നു. അവസാനം അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ്, ഞാനും മൂസയും തമ്മിൽ വല്ല അകലമില്ല, ഞങ്ങൾ അടുത്ത കുടുംബങ്ങളാണെന്ന് ഒരു ഹദീസുണ്ട് കേട്ടോ. ഞാനും ഈസാ നബിയും. കാരണം ഈസാ നബി കഴിഞ്ഞാൽ പിന്നെ അവസാനമായി വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. 500 കൊല്ലത്തെ വ്യത്യാസമാണ് കേട്ടോ.
ക്രിസ്തു വർഷത്തിലാണ് 2026, ഹിജറ വർഷം 1443 മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇസ്മുഹു അഹമ്മദു, ആ വരുന്ന പ്രവാചകന്റെ പേര് കൂടി ഈസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അഹമ്മദ് മുഹമ്മദിൽ പറഞ്ഞു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാണ് അഹമ്മദ് മുഹമ്മദ് ഒക്കെ നബിയാണ്. ഈസാ നബിയുടെ കാലശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ജനതയിലേക്ക് മക്കയിലേക്ക് നിയോഗിക്കപ്പെട്ടു, ലോകത്തിലേക്ക് മുഴുവൻ നിയോഗിക്കപ്പെട്ടു. ആസ്ഥാനം മക്കയായി, പിന്നെ മദീനയായി എന്ന് മാത്രം. എവിടെല്ലാം മനുഷ്യരുണ്ടോ ആ മനുഷ്യരിലേക്കൊക്കെ നിയോഗിക്കപ്പെട്ട പ്രവാചകൻ അന്നത്തെ തൻ്റെ പ്രവർത്തന കേന്ദ്രം എവിടെയായിരുന്നു? 13 കൊല്ലം മക്കയായപ്പോൾ പിന്നെ 10 കൊല്ലം മദീനയായി. പിന്നെ മറ്റുള്ളവരൊക്കെ അവിടെ നിന്ന് ഖിലാഫത്ത് ഏറ്റെടുത്തു. ഖുലഫാഉർ റാഷിദീങ്ങൾ, അബ്ബാസിയാക്കൾ, അമവിയാക്കൾ, അങ്ങനെ നീണ്ടു പോകുന്ന ചരിത്രം. അപ്പോ എന്താ പറഞ്ഞത്? ഫലമ്മാ ജാഅഹും ബിൽ ബയ്യിനാത്തി മിൻ ബഅദി ഇസ്മുഹു അഹ്മദു ഫലമ്മാ ജാഅഹും ബിൽ ബയ്യിനാത്ത്, അങ്ങനെ വ്യക്തമായ തെളിവുകൾ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ജനതയിലേക്ക് വന്നു. ആ ഗ്രന്ഥം നിൽക്കുന്നു, അതിനെ അനുസരിക്കുന്ന അനുസരിച്ച് ജീവിക്കുന്ന, അമൽ ചെയ്യുന്ന ലോകത്ത് എത്രയോ മുസൽമാന്മാരുണ്ട്. എന്നിട്ടും ഫലമ്മാ ജാഅഹും ബിൽ ബയ്യിനാത്തി ഖാലു, അവർ പറഞ്ഞു ഹാദാ സിഹ്റും മുബീൻ, 1-ാം നമ്പർ സിഹ്റാണ്. അതൊക്കെ നമ്മൾ പഠിക്കാൻ ഇൻഷാ അല്ലാഹ്. ഇതൊക്കെ സിഹ്റാണ് ഈ കാണുന്നത് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരസ്കരിച്ചു. അപ്പൊ മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രബോധനത്തിന്റെ ആദ്യഘട്ടത്തിൽ മുശ്രിക്കുകൾ, ബഹുദൈവ വിശ്വാസികളായ ശത്രുക്കൾ. മദീനയിലേക്ക് ഹിജ്റ പോയതിനു ശേഷം, അതൊക്കെ ചരിത്രത്തിൽ വരാൻ പോകുന്നുള്ളൂ കേട്ടോ, ക്രൈസ്തവരും ജൂതന്മാരും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് അല്ലാഹു തആല നമ്മളെല്ലാവരും അനുഗ്രഹിക്കുമാറാട്ടെ. ചരിത്രത്തിന്റെ കുറച്ച് ഭാഗം പറയുന്നുള്ളൂ, ബാക്കി ഇൻഷാ അല്ലാഹ് പറയും. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഇപ്പൊ ഈ അഹമ്മദ് എന്ന് പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമത്തെ ഈസാ നബിയുടെ തീരെ അഹമ്മദ് എന്താ പറയുന്നത്? ആ ജുബൈർ ഇബ്നു മുത്തീം അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്നലി അസ്മാഉൻ, ആദ്യം പഠിച്ചു നോക്കട്ടോ. ഇന്നലി അസ്മാഉൻ, എനിക്ക് കുറെ പേരുകളുണ്ട്. ഇന്നലി അസ്മാഉൻ അന മുഹമ്മദുൻ, ഞാൻ മുഹമ്മദാണ്. വഅന അഹമ്മദുൻ, ഞാൻ അഹമ്മദാണ്. വഅനൽ മാഹില്ലദി യംഖുല്ലാഹു ബിൽ കുഫ്രി, സത്യനിഷേധത്തൊക്കെ മായ്ച്ചു കളയുന്നവനായിട്ട് ആനാ ഞാൻ വന്നിരിക്കുന്നത്. അങ്ങനെ 3 പേരായി, മാഹിയായി, അഹമ്മദായി, മുഹമ്മദായി. വഅനൽ ഹാശിറുല്ലദി യഹ്സുറു അന്നാസ് അലാ ഖദമി, മഹ്ശറിൽ ഒരുമിച്ച് കൂടുന്നപ്പോൾ അവിടെ എൻ്റെ കീഴിലായിരിക്കും എല്ലാവരും ഹാശിർ, ജനങ്ങൾ ഒരുമിച്ച് കൂട്ടുക, മഹ്ശറിൽ ഒരുമിച്ച് കൂടുമ്പോൾ. വഅനൽ ആഖിബുല്ലദി ലൈസ ബഅദി അഹദൻ, ജനങ്ങൾ എൻ്റെ കീഴിൽ ഒരുമിച്ച് കൂടും, എൻ്റെ ശേഷം മറ്റും ആരും ഉണ്ടായില്ല. ഒക്കെ സമ്മാഅല്ലാഹു റഊഫ് റഹീം, ആ റഊഫ് റഹീമൊക്കെ ഞാൻ കുത്തുബി പറഞ്ഞെന്നാണ്, കണ്ട കുത്തുബി വരുന്നത്. ഇവിടെ കരുണകളെ അനുകമ്പ ഉള്ളവനും തന്നെ ഞാനായിരിക്കും. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുകൾ. അള്ളാഹ്ക്ക് 99 പേരുകളാണ് കേട്ടോ. ലഹു 99 ഇസ്മൻ വമൻ അഹ്സാഹാ വദഖലൽ ജന്ന. അള്ളാഹ്ക്ക് 99 പേരുകളുണ്ട്. ആ പേരുകൾ ഒരുത്തൻ ഹിദ്ദസ്തമാക്കിയാൽ വദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പോകുന്ന. അപ്പോൾ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട യാ ഹയ്യും യാ ഖയ്യൂം യാ ജലാലി വലിക്ക കുറേ പറഞ്ഞു, അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് സംബന്ധിച്ച് ഈസാ നബി സ്വലാത്ത് പറഞ്ഞു അഹമ്മദ്. അത് അഹമ്മദ് എന്ന് പറയാനുള്ള കാരണം എടുത്തു പറയുന്നത് എന്താണ്? അതാണ് അഹമ്മദിയാക്കൾ എന്ന് ഒരു പറയുന്നുണ്ട് ഓരോ നബി. അപ്പോൾ അതും കൂടി മനസ്സിലാക്കി വെക്കണം. അപ്പോൾ നബിക്ക് മുഹമ്മദ് ഉണ്ട്, അഹമ്മദ് ഉണ്ട്, കാഫി പിന്നെ ഹാസിർ ഉണ്ട്, അങ്ങനെ ഒരുപാട് പേരുകളുണ്ട് കേട്ടോ. അത് നമുക്ക് പഠിക്കാം. മദീനത്ത് നിങ്ങൾ പോയാൽ മദീനത്തെ ആ പള്ളിൻ്റെ അതിൻ്റെ ആ ഭാഗത്ത് നബിയുടെ പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പോകാൻ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. മരിച്ചുപോയ ഞങ്ങളുടെ മറ്റ് മാതാപിതാക്കൾ, കുടുംബാദികളൊക്കെ പാവങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കുമാറാവട്ടെ. പടച്ച തമ്പുരാനെ, നിനക്ക് അമൽ ചെയ്യുവാൻ വേണ്ടി നിന്റെ ദീൻ പ്രബോധന രംഗത്തും അമൽ ചെയ്യുവാനും ദീൻ സേവകന്മാരാകുവാനും ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും എല്ലാവർക്കും നീ ആഫിയത്തോടു കൂടി ദീർഘായുസ്സും ആരോഗ്യം നൽകണേ റബ്ബേ. പെട്ടെന്നുള്ള
മരണത്തെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ തമ്പുരാനെ. മാരക രോഗങ്ങൾ അതുപോലെ തന്നെ അപകട മരണങ്ങളൊക്കെ തൊട്ട് ഞങ്ങളെ മക്കളെ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. പടച്ചവനെ, മാരക രോഗങ്ങൾ പിടിപെട്ട് കടക്കുന്ന അവസ്ഥയിൽ ഞങ്ങൾക്ക് നീ തരരുതേ തമ്പുരാനെ. ആയുസ് തരുന്ന കാലത്തോളം ഞങ്ങൾക്കിനി ആഫിയത്ത് നൽകണേ റബ്ബേ. നിസ്കരിക്കാനും മറ്റു എല്ലാ പ്രവർത്തനങ്ങളും പ്രവർത്തിക്കാനും ഞങ്ങൾക്ക് ആഫിയത്ത് തരണേ തമ്പുരാനെ. റഹ്മാന റബ്ബേ, അപകട മരണങ്ങളെ തൊട്ട് ഞങ്ങളിനി കാക്കണേ തമ്പുരാനെ. പടച്ച റബ്ബേ, ഞങ്ങളെ മക്കളെ പോറ്റുവാൻ വേണ്ടി ഞങ്ങൾ ഏതെല്ലാം മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ടോ, ഹലാലായ മാർഗങ്ങളിൽ ചെയ്യുന്ന എല്ലാ ക്രിയാവിക്രയങ്ങളും അത് ഞങ്ങൾക്ക് ഇനി ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. കടങ്ങൾ വീട്ടിത്തരണേ തമ്പുരാനെ. കടത്തോടുകൂടി ഞങ്ങളെ നീ മരിപ്പിക്കരുതേ തമ്പുരാനെ. ഞങ്ങൾ ഒരുപാട് പ്രയാസങ്ങളുള്ളവരുണ്ട് ഞങ്ങളെ കൂട്ടത്തിൽ. കടമുള്ളവർ, സാമ്പത്തികം, ശാരീരികം, മാനസികം ഒരുപാട് പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നവരുണ്ടാവാം. പുറത്തു പറയാൻ പറ്റാത്ത വിഷമങ്ങൾ, ഹലാലായ എന്തെല്ലാം ഉദ്ദേശങ്ങളുണ്ടോ അതിൽ നിന്നൊക്കെ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തി തരണേ തമ്പുരാനെ. എല്ലാ പ്രയാസങ്ങളും നീക്കിത്തരണേ തമ്പുരാനെ. പടച്ച റബ്ബേ, ഞങ്ങളെ മക്കളെ നന്നാക്കണേ. അവരെ പഠനത്തിലും ജോലിയിലും ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന മക്കളാക്കണേ തമ്പുരാനെ. മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, മറ്റു കുടുംബാദികളൊക്കെ ബർസഹി ലോകത്താണ്. അവർക്കിനി മഗ്ഫിറത്തും മർഹമത്തും നൽകി ഞാൻ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ജീവിക്കുന്ന കാലം അന്തസ്സിലും അഭിമാനത്തിലും ഇസ്സത്തിലും ജീവിക്കാൻ തൗഫീക്ക് നൽകണേ. അവസാനം ഈമാൻ കിട്ടി മരിപ്പിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين واهلك الكفرة والظالمين. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما.